വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നീ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ള ടോപ്പിക് എന്നുള്ളത് 1 or 2 or 3 എംബേഴ്സ് എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നതെന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ പറയുന്നുള്ളത് യൂറോപ്യൻ എംപയേഴ്സ് ആയിട്ടുള്ള ബ്രിട്ടീഷ് എംപയർ, ഫ്രഞ്ച് എംപയർ, പോർച്ചുഗീസ്, സ്പാനിഷ്, ഡച്ച് ഇങ്ങനെയുള്ള ഒരുപാട് എംപയേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ടെറിട്ടറീസ് കോൺക്വർ ചെയ്യുന്നുണ്ട്, കീഴടക്കുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട്, റീഷേപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് ആദ്യം തന്നെ ഈ ഒരു ഭാഗത്ത് പറയുന്നുള്ളത്. അതുപോലെ തന്നെ പോസ്റ്റ് കൊളോണിയൽ ടെക്സ്റ്റിൽ ഫസ്റ്റ് എംപയർ എന്നുള്ളത് പലപ്പോഴും റിപ്രസെൻ്റ് ചെയ്യുന്നുള്ളത് വയലൻസ് ആൻഡ് ഡിസ്പൊസിഷൻ. ഡിസ്പൊസിഷൻ എന്ന് പറഞ്ഞാൽ കുടിയിറക്കൽ, ലാൻഡ് ആയിക്കോട്ടെ, റിസോഴ്സസ് ആയിക്കോട്ടെ, ഐഡൻറ്റിറ്റി ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ മേലുള്ള വയലൻസ്. അതുപോലെ തന്നെ ഡിസ്പൊസിഷനാണ് ആദ്യം തന്നെ ഫസ്റ്റ് എംപയറിനെ പറ്റിയിട്ട് പറയുന്നുള്ളത്. പിന്നെ ലാംഗ്വേജും കൾച്ചറൊക്കെ ഇമ്പോസ് ചെയ്യുന്നുണ്ട്. ഈ യൂറോപ്യൻ എംപയേഴ്സൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റുള്ള ടെറിട്ടറീസിലൊക്കെ അവരുടെ ലാംഗ്വേജിനെയും കൾച്ചറിനെയും ചുമത്തുകയാണ് ചെയ്യുന്നുള്ളത്. ഇംഗ്ലീഷ്, ഫ്രഞ്ച് ആസ് ഇമ്പീരിയൽ ടങ്സ്, ബൈനറി വേൾഡ് വ്യൂസ്, കൊളനൈസർ, കൊളനൈസ്ഡ്, സിവിലൈസ്ഡ്, സേവേജ്, ഇതൊക്കെയാണ് ഫസ്റ്റ് എംപയർ പലപ്പോഴും റിപ്രസെൻ്റ് ചെയ്യുന്നുള്ളത്. ചിന്നു അച്ചോബാൻ്റെ തിങ്സ് ഫാൾ അപ്പാർട്ട് എന്ന വർക്കിൽ ക്രിട്ടിക് ചെയ്യുന്നുള്ളത്, വിമർശിക്കുന്നുള്ളത് എങ്ങനെയാണ് ബ്രിട്ടീഷ് എംപയർ ഇഗ്ബോ സൊസൈറ്റിയെ തടസ്സപ്പെടുത്തുന്നത് എന്ന കാര്യത്തെ പറ്റിയിട്ട് ചിന്നു അച്ചോബ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ തിങ്സ് ഫാൾ അപ്പാർട്ട് എന്ന വർക്കിൽ വിമർശിക്കുന്നുണ്ട്. ഈ ഒരു സ്വാതന്ത്ര്യത്തിന് ശേഷവും ഒരുപാട് നാഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഐഡൻറ്റിറ്റി അതുപോലെ തന്നെ അവരുടെ സൊവറൈനിറ്റി, പരമാധികാരമൊക്കെ വീണ്ടെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്, റീക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ഒരു സെക്കൻഡ് എംപയർ എന്നുള്ളത് ചില സമയത്ത് ടേൺഡ് ഇൻ ടു ഇൻറ്റേർണൽ ഒപ്രഷൻ. ഗവൺമെൻറ്റ്സ് ആയിക്കോട്ടെ, കറപ്ഷൻ ആയിക്കോട്ടെ, ഇൻറ്റേർണലായിട്ട് അടിച്ചമർത്തുകയാണ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ ന്യൂ എലൈറ്റ് ഡോമിനൻസ് എന്നുള്ളത് എഡ്യൂക്കേറ്റഡ് അതുപോലെ തന്നെ അർബൺ ക്ലാസ്സസ് എന്ത് ചെയ്യുന്നുണ്ട്, റെപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട് കൊളോണിയൽ ഹൈറാർക്കീസിനെ. പിന്നെ പറയുന്നുള്ള കാര്യം എന്നുള്ളത് എത്നിസിറ്റി, ലാംഗ്വേജ്, അതുപോലെ തന്നെ റിലീജിയൻ, വംശീയത, ഭാഷ, മതം, ഇതിൻ്റെയൊക്കെ മേലിൽ കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, പോരാടുന്നുണ്ട് ഈ ഒരു നാഷൻസൊക്കെ. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു സെക്കൻഡ് എംപയർ സംടൈംസ് ടേൺഡ് ഇൻ ടു ഇൻറ്റേർണൽ ഒപ്രഷൻ, അതുപോലെ തന്നെ ന്യൂ എലൈറ്റ് ഡോമിനൻസ്. ഈ ഒരു ന്യൂ എലൈറ്റ് ഡോമിനൻസിൽ പറയുന്നുള്ളത് കൊളോണിയൽ ഹൈറാർക്കീസിൻ്റെ ആ ഒരു അർബൺ ക്ലാസ്സസ് പകർത്തുന്നുണ്ട്, റെപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്, പകർത്തുന്നുണ്ട്. അതിനെ പറ്റിയിട്ടാണ് ഈ ഒരു ന്യൂ എലൈറ്റ് ഡോമിനൻസ്, പുതിയ തരത്തിലുള്ള ആ ഒരു ആധിപത്യത്തെ പറ്റി പറയുന്നുള്ളത്. പിന്നെ ഈ ഒരു വംശീയതക്കും അതുപോലെ തന്നെ മതത്തിനും ഭാഷക്കും വേണ്ടിയിട്ടുള്ള ആ ഒരു അവരുടെ പോരാട്ടം, ഈ ഒരു നാഷൻസിൻ്റെ പോരാട്ടത്തെ പറ്റിയിട്ടാണ് പറയുന്നുള്ളത്. റൈറ്റേഴ്സ് പലപ്പോഴും ചിത്രീകരിക്കുന്നുള്ളത് പോസ്റ്റ് കൊളോണിയൽ നാഷൻ എന്നുള്ളത് ആസ് ബോത്ത് എ ഡ്രീമാണ്. പോസ്റ്റ് കൊളോണിയൽ നാഷൻ എന്നുള്ളത് ഒരു സ്വപ്നമാണ്, അതുപോലെ തന്നെ ഡിസപ്പോയിൻമെൻറ്റ്, നിരാശയും കൂടിയാണ്. തേർഡ് എംപയർ എന്നുള്ളത് നിയോ കൊളോണിയൽ ഓർ ഗ്ലോബൽ എംപയർ. ഈ ഒരു പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസിന് ശേഷവും എക്കണോമിക് അതുപോലെ തന്നെ കൾച്ചറൽ കൺട്രോൾ നിലനിൽക്കുന്നുണ്ട്. ഏതിലൂടെ? ഗ്ലോബലൈസേഷൻ, ക്യാപിറ്റലിസം, വെസ്റ്റേൺ മീഡിയ, ഇതിലൂടെയൊക്കെ ആ ഒരു എക്കണോമിക് കൾച്ചറൽ കൺട്രോൾ നിലനിൽക്കുന്നുണ്ട് പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസിന് ശേഷവും. എംപയർ വിത്തൗട്ട് കോളനീസ് ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളത് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് റിസോഴ്സസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കൾച്ചറൽ ഇമ്പീരിയലിസം, ഹോളിവുഡ്, ഇംഗ്ലീഷ് ഡോമിനൻസ്, കൺസ്യൂമറിസം, ഡിജിറ്റൽ ഫിനാൻഷ്യൽ എംപയേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ബോർഡേഴ്സിനപ്പുറമുള്ള ആ ഒരു ജീവിതത്തെ ഷേപ്പ് ചെയ്യാൻ ചെയ്യുന്നുള്ളത്. അരുന്ധതി റോയിയുടെ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ ആ ഒരു വർക്കിൽ ഹൈലൈറ്റ് ചെയ്യുന്നുള്ളത് എങ്ങനെയാണ് ലോക്കൽ ലിവ്സ്, കേരളത്തിലുള്ള ലോക്കൽ ലിവ്സ് എങ്ങനെയാണ് ഗ്ലോബൽ ക്യാപിറ്റലിസം ഷേപ്പ് ചെയ്യുന്നുള്ളത്, അതുപോലെ തന്നെ കാസ്റ്റ് ഓർ ക്ലാസ് സ്ട്രക്ചേഴ്സൊക്കെ എങ്ങനെയാണ് ഈ ഒരു കേരളത്തിലുള്ള ലോക്കൽ ലിവ്സ് ഷേപ്പ് ചെയ്യുന്നുള്ളത് എന്നതിനെ പറ്റിയിട്ടാണ് ആ ഒരു അരുന്ധതി റോയിയുടെ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന വർക്കിൽ ഹൈലൈറ്റ് ചെയ്യുന്നുള്ള കാര്യം. അതുപോലെ തന്നെ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ എടുത്തു നോക്കുകയാണെങ്കിൽ എംപയർ എന്നുള്ളത് ഈസ് നോട്ട് സിംഗുലർ. എംപയർ ഒരിക്കലും ഒരു സിംഗുലർ അല്ല, പകരം അത് ഷിഫ്റ്റ് ചെയ്യുന്നുള്ളത് ഏതിൽ നിന്നാണ്, കൊളോണിയൽ എംപയറിൽ നിന്നും നാഷണൽ എംപയറിലേക്കും അതുപോലെ തന്നെ നാഷണൽ എംപയറിൽ നിന്നും ഗ്ലോബൽ ഇല്ലെങ്കിൽ നിയോ കൊളോണിയൽ എംപയറിലേക്കും ഷിഫ്റ്റ് ചെയ്യുന്നുള്ള ഒന്നാണ് ഈ ഒരു എംപയർ എന്നുള്ളത് ഈ ഒരു പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിൽ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നുള്ളത്. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക.